പ്രിയമുള്ളവരെ, സഹബാസിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു അറിയും? അതും കൂടി കേട്ടപ്പോൾ വളരെ അധികം സങ്കടം തോന്നിട്ടോ. MP ഷാഫി പറമ്പിൽ സഹബാസിന്റെ വീട് സന്ദർശിച്ചപ്പോൾ സഹബാസിന്റെ ഉപ്പ പറഞ്ഞ വാക്കുകളാണ് എല്ലാവരെയും സങ്കടത്തിലാക്കിയത്. ഉപ്പ സങ്കടത്തിൽ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ: അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഉമ്മയുടെ കണ്ണ് നിറയരുതേ എന്ന് മാത്രമായിരുന്നു അത്രേ. ഉമ്മയ്ക്ക് പ്രയാസമാകരുത് എന്ന് നിർബന്ധമുള്ളത് കൊണ്ട് രാത്രി ആ വീട്ടിലുള്ളവർ ഭക്ഷണം കഴിച്ച ശേഷം പാത്രം മുഴുവനും സ്വയം കഴുകിയിരുന്ന മകനെ പറ്റി പറയുമ്പോൾ ആ പിതാവ് ചോദിക്കുന്നുണ്ട്, എത്ര മക്കളുണ്ടാവും ഈ കാലത്ത് അവനെ പോലെ എന്ന്. അവന്റെ ഉറ്റ സുഹൃത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സഹബാസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വന്ന ആ കുട്ടി പിതാവിനോട് പറഞ്ഞിരുന്നു അത്ര, ജീവിതത്തിലെ ലക്ഷ്യം പറയുന്നത് പോലും ഉമ്മ കരയരുത് എന്നായിരുന്നു അത്ര. ഇവിടെയാണ് നാം മനസ്സിരുത്തി ചിന്തിക്കേണ്ടത്. മക്കളാൽ മാതാപിതാക്കൾ കൊല്ലപ്പെടുന്ന വാർത്തകൾ വായിക്കേണ്ടി വരുന്ന ഈ ഒരു കാലത്ത് ഉമ്മയുടെ സന്തോഷം മാത്രം ആഗ്രഹിച്ച ഒരു 10ാം ക്ലാസ്സുകാരൻ സഹപാഠികളാൽ കൊല്ലപ്പെട്ട് ആ ഉമ്മയുടെ തോരാത്ത കണ്ണീര് ബാക്കിയാവുന്ന ദുരവസ്ഥ ഒരാളെ കൊണ്ടും താങ്ങാനാകില്ല. അവന്റെ ഉമ്മ ജീവിതത്തിൽ ഒരിക്കലും കരയരുത് അല്ലെങ്കിൽ പ്രയാസപ്പെടരുത് എന്ന് ആഗ്രഹിച്ചിരുന്ന പൊന്നുമോൻ സഹബാസ്. ജീവിതകാലം മുഴുവൻ ആ ഉമ്മ സങ്കടപ്പെടാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ സഹബാസിന് നീതി കിട്ടണം. അതിനായിട്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ജാതി മത ഭേദമന്യേ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ സഹബാസിന് നീതി ലഭിക്കും തീർച്ചയായും. അതിന് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നേ മതിയാവും. ഇനിയൊരു കുടുംബത്തിനും കേരളത്തിൽ ഇതുപോലെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. സഹബാസിന്റെ ഉമ്മാക്കും അനിയനും ഉപ്പാക്കും എല്ലാവർക്കും പടച്ചറബ് സമാധാനം കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.